ഒരു ഒരു പ്രസൻസ് കൊണ്ട് കൂടിയാണ്, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഷാനവാസിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളും തെറ്റുകളും ശരികളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കാണ്. അതെ, ഓക്കെ. അപ്പോൾ അവിടെയാണ് ചെറിയ കൗതുകത്തിന് വേണ്ടിയാണ് ഇത്. പിന്നെ വേറെ നമ്മളൊരു സീരിയസ് ടോക്കിൽ വേറെ ഏതൊരു ഗെയിമോ അങ്ങനെയൊന്നുമല്ല, കൗതുകത്തിന് വേണ്ടി. ഷാനവാസ് ആണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഒരു അടുത്ത നല്ല സുഹൃത്തായിട്ട് അനീഷ് കാണുന്നത്. ഷാനവാസിൻ്റെ നല്ല ക്വാളിറ്റിയും ഷാനവാസിൻ്റെ നെഗറ്റീവ് ക്വാളിറ്റിയും രണ്ടും ഏതെങ്കിലും ഓരോന്ന് പറ. ഒരു ജസ്റ്റ് ഒരു ഇപ്പോൾ ബിഗ് ബോസ് തരുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ എന്ത് പറയും? അത് ഞാൻ പറയില്ല. എൻ്റെ മനസ്സിൽ ഷാനവാസിനെ കുറിച്ച് നല്ല കാര്യങ്ങളുണ്ട്, ഷാനവാസിൻ്റെ പൊട്ട ക്വാളിറ്റീസും ഉണ്ട്. അത് വേറൊരാളോട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് തീരെ താല്പര്യം. നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്യുക. അവിടെ ഇരുന്ന് കൊയക്കത് ചോറ് എന്നാ സ്വന്തം ഉരുട്ടി തിന്ന്. അടുത്ത സുഹൃത്തിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയും മോശം ക്വാളിറ്റിയും പറയുക. അപ്പം ഞാൻ പറയും അത് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക്കാണ്. അല്ലാതെ അത് കഴിഞ്ഞ് ഇവിടെ വേറെ മൂന്നാമതൊരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് പറയില്ല, ഞാനത് ചെയ്യില്ല. ബിക്കോസ് ഞാൻ എനിക്ക് സുഹൃത്ത് എന്ന് പറയുന്നത് അത് വാല്യൂ ഉള്ളൊരു സംഭവമാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെയധികം വിലമതിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വാല്യൂ നഷ്ടപ്പെടുമോ അങ്ങനെ പറയുമ്പോൾ? ഇത് ഞങ്ങളുടെ തിയേറ്റർ എക്സസൈസിൽ ഒരു പ്രധാന കാര്യമാണ്. തിയേറ്റർ എന്ന് പറയുമ്പോൾ ഡ്രാമയുടെ തിയേറ്റർ എക്സസൈസ് ഒരാളിനെ ആക്ടറിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത് ജഡ്ജ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന എക്സസൈസാണ് ഈ സാധനം. ഒരാളുമായിട്ട് 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുക്കും, അല്ലെങ്കിൽ 5 മിനിറ്റ് തമ്മിൽ സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ അയാളെ എങ്ങനെ മനസ്സിലാക്കിയെന്നറിയാൻ അയാളുടെ പോസിറ്റീവും നെഗറ്റീവ്സും പറയും. രണ്ടുപേരും മാറി 2000 വർഷം ആകുമ്പോഴേക്ക് 18s 19s കഴിഞ്ഞ് 2000 തന്നെ വർഷം എത്തുമ്പോഴേക്ക് ലോകാവസാനമാകുന്നൊരു സംസാരം ഉണ്ടായിരുന്നു.